നമസ്കാരം. KFCയുടെ 31ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പറയുന്നത് 11ാമത്തെ ചാപ്റ്ററിലെ, അതായത് ലോസ് ഓഫ് പബ്ലിക് മണീസ് ഓർ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ചാപ്റ്ററിലെ അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. നേരിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഈ എമൗണ്ടുകളൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിൽ. അത് നിലവിലുള്ള അപ്ഡേഷൻ അതിൽ വ്യത്യാസമായിരിക്കും. എന്നാലും അതൊന്ന് പറഞ്ഞു പോവാണ്. നമ്മളൊരു റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ 3,84,000 രൂപയുടെ ഡെയിലി കളക്ഷൻ ബാങ്കിൽ നിക്ഷേപിക്കാൻ ആരെയാണ് ചുമതലപ്പെടുത്തേണ്ടത്? ആ എമൗണ്ട് 3,84,000 രൂപയാണ്. അത് ഡെയിലി കളക്ഷനാണ്, RTO ഓഫീസിലെയാണ്. അപ്പോൾ കുറേ പേര് ഓൺലൈനായിട്ട് അടച്ചെങ്കിലും കുറേ പേര് ക്യാഷ് ആയിട്ട് തന്നെ അതും വാങ്ങണമല്ലോ. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ അതിനെ 84,000 എന്ന് കാണേണ്ട, ഒരു വലിയ തുകയാണ്. അപ്പോൾ അങ്ങനെ വലിയ തുക നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ ആരെയാണ് ഇത് ബാങ്കിൽ നിക്ഷേപിക്കാൻ ചുമതലപ്പെടുത്തേണ്ടതാണ്? ആൻസർ സൂപ്പർവൈസറി ഓഫീസർ ആൻഡ് എ പ്യൂൺ. അപ്പോൾ ഇങ്ങനെ വലിയ തുകകൾ കൊണ്ടുപോകുമ്പോൾ സുരക്ഷയ്ക്കായിട്ട് ഒരു സൂപ്പർവൈസറി ഓഫീസറുടെയും ഒരു പ്യൂണിൻ്റെയും സാന്നിധ്യം നിർബന്ധമാണ് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഇനി അടുത്ത ചോദ്യം, 4,25,000 രൂപയുടെ സാലറി ബിൽ ട്രഷറിയിൽ നിന്ന് മാറുന്നതിന് ആരെയാണ് നിയോഗിക്കേണ്ടത്? ഇവിടെയും വലിയ തുക എന്നൊരു അർത്ഥം മതി. അപ്പോൾ അത് ഇതുപോലെ ഒരു തുക കൊണ്ടുവരാൻ ഉത്തരവാദിത്തമുള്ള ഒരു സൂപ്പർവൈസറി ഓഫീസറും വേണം, ഒരു ക്ലാസ് 4 എംപ്ലോയിയും വേണം. ഇപ്പോൾ വലിയ തുകയ്ക്ക് അങ്ങനെയാണ്. പക്ഷേ ഈ ചോദ്യമൊന്നും വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സാലറി ബില്ല് ട്രഷറിയിൽ നിന്ന് വരുന്ന സംബന്ധമായ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. കാരണം അതെല്ലാം മാറിപ്പോയി. സാലറി ബില്ലിന് പകരം ഇപ്പം എല്ലാം മിക്കവാറൊക്കെ തന്നെ സ്പാർക്കായി, ഓൺലൈൻ ട്രാൻസ്ഫർ ആണ്. ഇനി അടുത്ത ചോദ്യം, സർക്കാർ പണം അല്ലെങ്കിൽ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള റിസ്ക് കുറയ്ക്കുന്നതിനും നഷ്ടം സംഭവിച്ചാൽ അത് തിരിച്ചു പിടിക്കുന്നതിനും സർക്കാർ സ്വീകരിക്കുന്ന പ്രധാന മാർഗം എന്താണ്? മനസ്സിലായല്ലോ. അപ്പൊ തന്നെ നമ്മളുടെ അടുത്തേക്ക് എന്ത് വന്നു? ഫിഡലിറ്റി ഇൻഷുറൻസ് വന്നു കഴിഞ്ഞു മനസ്സിൽ. അതായത് സർക്കാർ പണം അല്ലെങ്കിൽ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള റിസ്ക് കുറയ്ക്കാൻ വേണ്ടി ഒന്ന്, അതല്ലാതെ നഷ്ടം സംഭവിച്ചാലും അത് തിരിച്ചു പിടിക്കുന്നതിനും സർക്കാർ സ്വീകരിക്കുന്ന പ്രധാന മാർഗം ഏതാണ്? അതിന്റെ ആൻസർ, ബൈ ടേക്കിംഗ് അഡിക്വേറ്റ് ഫിഡലിറ്റി ഇൻഷുറൻസ് കവേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് പോസ്റ്റ് ടു വിച്ച് കസ്റ്റഡി ഓർ ഹാൻഡ്ലിംഗ് ഓഫ് ഗവൺമെന്റ് ക്യാഷ് ഓർ സ്റ്റോഴ്സ് ഈസ് അസൈൻഡ്. അതായത് സർക്കാർ പണമോ സാധനങ്ങളോ സൂക്ഷിക്കാനോ കൈകാര്യം ചെയ്യാനോ ചുമതലപ്പെടുത്തിയ തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്കായി ഫിഡലിറ്റി ഇൻഷുറൻസ് എടുക്കുക എന്നതാണ് സർക്കാർ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട മാർഗം. ഫിഡലിറ്റി ഇൻഷുറൻസ് എന്താന്ന് ഞാൻ വിശദമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി അടുത്ത ചോദ്യം, ഫിഡലിറ്റി ഗ്യാരണ്ടി പോളിസികളുടെ രജിസ്റ്റർ ഏത് ഫോം നമ്പറിലാണ് സൂക്ഷിക്കേണ്ടത്? ഫോം നമ്പർ 43-ലാണ്. ഫിഡലിറ്റി ഗ്യാരണ്ടി, ദ രജിസ്റ്റർ ഓഫ് ഫിഡലിറ്റി ഗ്യാരണ്ടി പോളിസീസ് ഈസ് ഇൻ ഫോം നമ്പർ. ഫിഡലിറ്റി ഗ്യാരണ്ടി പോളിസികളുടെ രജിസ്റ്റർ ഏത് ഫോം നമ്പറിലാണ് സൂക്ഷിക്കേണ്ടത്? ആ ഫോം നമ്പർ 43-ആണ്. ഫോം നമ്പർ 43. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, when the contractor furnished security deposit in the form of cash, ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? അതായത് ഒരു കോൺട്രാക്ടർ ക്യാഷ് ആയിട്ട് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നൽകുകയാണെങ്കിൽ സർക്കാർ എന്ത് ചെയ്യും? ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും. സെക്യൂരിറ്റി ഡിപ്പോസിറ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒരു കോൺട്രാക്ടർ ക്യാഷ് ആയിട്ട് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്, നമ്മൾ പഠിച്ചതാണ്, സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് പല ഫോമിൽ തരാം. ഗവൺമെന്റ് പ്രോമിസറി നോട്ടായിട്ട് തരാം, ബോണ്ടുകളായിട്ട് തരാം, പിന്നെ നാഷണൽ സർവീസ് സർട്ടിഫിക്കറ്റ് ആയിട്ട്, അങ്ങനെ പല ഫോർമാറ്റ് ആയിട്ടും ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് തരാവുന്നതാണ്. എന്നാൽ ഒരു കോൺട്രാക്ടർ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് പണമായിട്ട് തന്നു.
അങ്ങനെയാണെങ്കിൽ സർക്കാർ എന്ത് ചെയ്യും? സർക്കാർ എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യില്ല. എന്തുമില്ല, പേ നോ ഇൻട്രസ്റ്റ് ഫോർ ദ ഡിപ്പോസിറ്റ്. ആ ഡിപ്പോസിറ്റിന് സർക്കാർ പലിശ നൽകില്ല. സർക്കാർ പലിശ നൽകില്ല. ഇതൊരു ഡിപ്പോസിറ്റ് ആണ്, സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്. സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എല്ലാം കഴിഞ്ഞ്, പണിയെല്ലാം കഴിഞ്ഞ്, കണ്ട എല്ലാം സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം മാത്രമേ തിരിച്ചു കൊടുക്കുള്ളൂ. അത്രയും കാലം സർക്കാരിന്റെ അടുത്ത് ഈ പിന്നെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ക്യാഷ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്താല് അതിന് സർക്കാർ പലിശ നൽകുന്നതല്ല. ഇനി ദ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ് ഓഫ് ബാങ്ക് ഗ്യാരണ്ടി സ്കീം എക്സ്പ്ലെയിൻഡ് ഇൻ. അതായത് ബാങ്ക് ഗ്യാരണ്ടി സ്കീമിന്റെ പ്രധാന വ്യവസ്ഥകൾ വിവരിക്കുന്ന ഫിനാൻഷ്യൽ കോഡിലെ അപ്പൻഡിക്സ് ഏതാണെന്നാണ് ഇതോടനുബന്ധിച്ചൊരു ചോദ്യമാണ്. അത് അപ്പൻഡിക്സ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ബാങ്ക് ഗ്യാരണ്ടി സ്കീമിലെ പ്രധാന വ്യവസ്ഥകൾ വിവരിക്കുന്ന അപ്പൻഡിക്സ്. നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 11 അപ്പൻഡിക്സുകളാണ് KFC ഉള്ളത്. അതിൽ അപ്പൻഡിക്സ് 9 KFCയുടെ വോളിയം 2 ഈ അപ്പൻഡിക്സുകൾ ഉള്ളത്. അത് അപ്പൻഡിക്സ് 9 വോളിയം 2. അപ്പൻഡിക്സ് പറഞ്ഞാൽ മലയാളം അതിൻ്റെ എന്താ, അനുബന്ധം എന്നാണ്. അടുത്ത ചോദ്യം, ദ സെക്യൂരിറ്റി ടേക്കൺ ഫ്രം എ കോൺട്രാക്ടർ മേ ബി ഇൻ ക്യാഷ്, പ്രോമിസറി നോട്ട് എക്സെട്ര. ഇഫ് ദ സെക്യൂരിറ്റി ഇൻ ക്യാഷ് ഡാഷ് ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ്. കോൺട്രാക്ടറിൽ നിന്ന് ഈടാക്കുന്ന സെക്യൂരിറ്റി ക്യാഷ്, പ്രോമിസറി നോട്ട് തുടങ്ങിയവയാവാം. സെക്യൂരിറ്റി എന്ന് പറയുന്നത് ക്യാഷോ പ്രോമിസറി നോട്ടോ ഒക്കെ ആവാം. പക്ഷെ സെക്യൂരിറ്റി ക്യാഷ് ആയിട്ടാണെങ്കിൽ ഡാഷ് പലിശ നൽകുന്നു, നോ ഇൻട്രസ്റ്റ് ആണ്. ഡാഷ് പലിശ എന്ന് പറഞ്ഞാൽ നോ ഇൻട്രസ്റ്റ്, പലിശ നൽകുന്നതല്ല എന്നാണ് ആൻസർ. അടുത്ത ചോദ്യം, ഈസ് ദ രജിസ്ട്രേഷൻ ഓഫ് സെക്യൂരിറ്റി ബോണ്ട് കമ്പൽസറി ഇഫ് ദ സെക്യൂരിറ്റി ഈസ് ഫർണിഷ്ഡ് ഇൻ ദ ഫോം ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. സെക്യൂരിറ്റി സ്ഥാവര സ്വത്തായി അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയായി നൽകുകയാണെങ്കിൽ സെക്യൂരിറ്റി ബോണ്ട് രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാണോ? ഇത് നമ്മൾ പറഞ്ഞതാണ് ഒരിക്കല്. സെക്യൂരിറ്റി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ് ഈ സെക്യൂരിറ്റി ആയിട്ട് തരുന്നതെങ്കിൽ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് സെക്യൂരിറ്റി ആയിട്ട് തരുന്നതെങ്കിൽ നിർബന്ധമായിട്ടും സെക്യൂരിറ്റി ബോണ്ട് എന്ത് ചെയ്യണം? ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുള്ള ഒരു ബോണ്ടായിട്ട് രജിസ്റ്റർ ചെയ്യണം. എന്നാൽ മാത്രമേ അതിന് വാല്യൂ ഉള്ളൂ. അപ്പൊ അത് കമ്പൽസറി എന്നാണ് അർത്ഥം. അതായത് ബോണ്ട് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യം കമ്പൽസറി ആണ്, അതെ, നിർബന്ധമാണ്. അടുത്ത ചോദ്യം, ദ രജിസ്ട്രേഷൻ ഓഫ് സെക്യൂരിറ്റി ബോണ്ട് ഈസ് കമ്പൽസറി ഇഫ് ദ സെക്യൂരിറ്റി ഫർണിഷ്ഡ് ഈസ് ഇൻ ദ ഫോം. അതായത് ചോദ്യം ഇതാണ്, ദ രജിസ്ട്രേഷൻ ഓഫ് സെക്യൂരിറ്റി ബോണ്ട് ഈസ് കമ്പൽസറി ഇഫ് ദ സെക്യൂരിറ്റി ഫർണിഷ്ഡ് ഈസ് ഇൻ ദ ഫോം ഓഫ്. അതായത് ഏത് രൂപത്തിൽ സെക്യൂരിറ്റി നൽകുകയാണെങ്കിലാണ് സെക്യൂരിറ്റി ബോണ്ട് രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമായിട്ടുള്ളത്. അപ്പൊ സെക്യൂരിറ്റി ബോണ്ട് പിന്നെ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാണെങ്കിൽ അത് ആ സെക്യൂരിറ്റി ഏത് രൂപത്തിൽ തന്നാലാണ് അത് രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടുള്ളത്? അതാണ് ചോദ്യം. അതായത് അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഒരു സെക്യൂരിറ്റി നമുക്ക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ രൂപത്തിൽ തന്നു. അങ്ങനെയെങ്കിൽ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി തന്ന ബോണ്ട് രജിസ്റ്റർ ചെയ്യുകയാണ്. ആ സെക്യൂരിറ്റി സ്ഥാവര സ്വത്തായിട്ട് അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടാണ് അത് തരുന്നതെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്കാണ് രജിസ്ട്രേഷൻ നിർബന്ധം. ആ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇഫ് ദ പിന്നെ ബോണ്ട് ഇഫ് ദ സെക്യൂരിറ്റി ഈസ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ദ രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി. അതാണ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രഷറിയിൽ സുരക്ഷിതമായിട്ട് നിക്ഷേപിച്ചിരിക്കുന്ന വസ്തുക്കൾ അവ നിക്ഷേപിച്ച ഉദ്യോഗസ്ഥൻ എത്ര ഇടവേളകളിൽ പരിശോധിച്ചിരിക്കണം? അതാണ് ചോദ്യം. ട്രഷറിയിൽ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾ അവ നിക്ഷേപിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥൻ എത്ര ഇടവേളകളിൽ പരിശോധിക്കണം? അതിന് ആൻസർ വൺസ് ഇൻ എ ഇയർ ഓർ വെനെവർ ദർ ഈസ് എ ചേഞ്ച് ഓഫ് ഇൻക്യുമെന്റ് ഡെസ്റ്റിനേഷൻ ഓർ, അതായത് ഒന്നുകിൽ വർഷത്തിൽ ഒരിക്കൽ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ മാറുന്ന സാഹചര്യത്തിൽ, തസ്തികയിലോ അധികാരപരിധിയിലോ മാറ്റം വരുന്ന അവസരത്തിലോ.
ഇത് ചെക്ക് ചെയ്തിരിക്കണം. ഇനി അടുത്ത ചോദ്യം. റിലിംഗ്വിഷ്മെന്റ് ഓഫ് ക്ലെയിംസ് ആഫ്റ്റർ എക്സോസ്റ്റിംഗ് ഓൾ പ്ലോസിബിൾ മീൻസ് ഓഫ് റിക്കവറി. അതായത് തുക തിരിച്ചുപിടിക്കാനുള്ള എല്ലാ മാർഗങ്ങളും പരീക്ഷിച്ചതിന് ശേഷം ആ അവകാശവാദം ഉപേക്ഷിക്കുന്നതിന് എന്താണ് വിളിക്കുന്നത്? മനസ്സിലായില്ല. ഒരു തുക തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്, നഷ്ടപ്പെട്ട ഒരു തുക തിരിച്ചാൻ വേണ്ടിയിട്ട് സാധ്യമായ എല്ലാം എടുത്തു. എല്ലാം എടുത്തതിന് ശേഷം അത് നടക്കുന്നില്ല, അതെല്ലാം പരീക്ഷിച്ചതിന് ശേഷം നടക്കുന്നില്ലെങ്കിൽ അത് ആ അവകാശവാദം നമ്മൾ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? അതിനാണ് നമ്മൾ റൈറ്റ് ഓഫ് എന്ന് പറയുന്നത്. റൈറ്റ് ഓഫ്, എഴുതി തള്ളൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. എവരി ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് സബ്മിറ്റ് annually on or before to the government a statement showing all the amounts written off during the preceding financial year. അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ, നമ്മളിത് പറഞ്ഞതാണ്, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ റൈറ്റ് ഓഫ് ചെയ്ത തുകകളുടെ വിവരങ്ങൾ അടങ്ങിയ സ്റ്റേറ്റ്മെന്റ് എല്ലാ വകുപ്പ് മേധാവികളും വർഷം തോറും സർക്കാരിലേക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതി എന്നാണ്. അതായത് കഴിഞ്ഞ വർഷം റൈറ്റ് ഓഫ് ചെയ്ത തുക എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡും സർക്കാരിലേക്ക് സമർപ്പിക്കേണ്ട ഡേറ്റ് ഏതാണ്? 1 ജൂണാണ്. ആൻസർ 1 ജൂൺ, അല്ലെങ്കിൽ അതിനു മുമ്പോ എന്നാണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം. ഇഫ് ഡാമേജ് ടു ഇമ്മൂവബിൾ ഗവൺമെന്റ് പ്രോപ്പർട്ടി കോസ്ഡ് ഡ്യൂ ടു കലാമിറ്റി മേ ബി ഇന്റിമേറ്റഡ് ടു. അതായത് പ്രകൃതി ദുരന്തങ്ങൾ മൂലമോ മറ്റോ സർക്കാരിന്റെ സ്ഥാവര സ്വത്തുക്കൾക്ക്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിന് കേടുപാടുകൾ സംഭവിച്ചാൽ അത് ആരെയാണ് അറിയിക്കേണ്ടത്? പ്രകൃതി ദുരന്തങ്ങളാണ് പറയുന്നത്, നാച്ചുറൽ കലാമിറ്റീസ് ആണ് പറയുന്നത് ഇവിടെ. അത് അറിയിക്കേണ്ടത് ഇമ്മീഡിയറ്റ് സുപ്പീരിയറെയാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇയാളുടെ തൊട്ടടുത്ത ഉയർന്ന ഉദ്യോഗസ്ഥനെയാണ് അറിയിക്കേണ്ടത്, അതായത് ഏറ്റവും അടുത്തുള്ള മേലുദ്യോഗസ്ഥനെ. അടുത്ത ചോദ്യം. ഡീറ്റെയിൽസ് ഓഫ് ഡാമേജ് ടു ഇമ്മൂവബിൾ ഗവൺമെന്റ് പ്രോപ്പർട്ടി ഹാസ് ടു ബി സെൻഡ് ടു. ഡീറ്റെയിൽസ് ഓഫ് ഡാമേജ് ടു ഇമ്മൂവബിൾ ഗവൺമെന്റ് പ്രോപ്പർട്ടി ഹാസ് ടു ബി സെൻഡ് ടു. ആദ്യം സുപ്പീരിയർ, ഇമ്മീഡിയറ്റ് സുപ്പീരിയർ പെട്ടെന്ന് അറിയിക്കേണ്ടത് ഏറ്റവും അടുത്ത സുപ്പീരിയറിനെ. അത് അവസാനം, അതിന് ശേഷം അറിയിക്കേണ്ടത് ശരിക്കും ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിനെയാണ്. അതായത് കേടുപാടുകളെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ് വകുപ്പ് മേധാവിക്ക് നമ്മൾ സമർപ്പിക്കേണ്ടത്. അടുത്ത ചോദ്യം. ഈസ് ഇറ്റ് പെർമിസിബിൾ ടു റിക്കവർ ദ ലോസ് സസ്റ്റൈൻഡ് ബൈ ഗവൺമെന്റ് ഫ്രം പെൻഷൻ? സർക്കാരിനുണ്ടായ നഷ്ടം പെൻഷനിൽ നിന്ന് ഈടാക്കാൻ സാധിക്കുമോ? ആൻസർ, if written consent is given by the party, recovery can be made. അതായത് ബന്ധപ്പെട്ട വ്യക്തിയുടെ രേഖാമൂലമുള്ള സമ്മതപത്രം ഉണ്ടെങ്കിൽ മാത്രമേ പെൻഷനിൽ നിന്ന് ഈ തുക ഈടാക്കാൻ പാടുള്ളൂ. അടുത്ത ചോദ്യം. ഇഫ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ആർ ബീയിങ് കണ്ടിന്യൂഡ് അഗെയിൻസ്റ്റ് ആൻ ഓഫീസർ ഓൺ ദ ഡേ ഓഫ് റിട്ടയർമെന്റ്. അതായത് വിരമിക്കുന്ന ദിവസം ഒരു ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, വിരമിക്കുന്ന ദിവസവും അച്ചടക്ക നടപടി നിലനിൽക്കുകയാണ്, അങ്ങനെയെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹിസ് പ്രൊവിഷണൽ പെൻഷൻ മേ ഓൺലി ബി റിലീസ്ഡ് ആൻഡ് DCRG മേ ബി വിത്ത്ഹെൽഡ്. അയാൾക്ക് ഒരു താൽക്കാലിക പെൻഷൻ മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ, DCRG തടഞ്ഞു വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലൊരു ആള് റിട്ടയർ ചെയ്താൽ അയാൾക്ക് താൽക്കാലിക പെൻഷൻ അനുവദിക്കുക, പ്രൊവിഷണൽ പെൻഷൻ അനുവദിക്കുക, DCRG തടഞ്ഞു വെക്കുക. ഇനി ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഫിക്സിംഗ് ആൻഡ് എൻഫോഴ്സിംഗ്
റെസ്പോൺസിബിലിറ്റി ഫോർ ലോസ് ഓഫ് ഗവൺമെന്റ് പ്രോപ്പർട്ടി ഈസ് ആസ് പെർ. അതായത് സർക്കാർ വക വസ്തുക്കൾക്ക് നഷ്ടം സംഭവിക്കുമ്പോൾ ഉത്തരവാദിത്തം നിശ്ചയിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമുള്ള പൊതുവായ തത്വങ്ങളും നടപടിക്രമങ്ങളും KFC വോളിയം 1 ഏത് വകുപ്പ് പ്രകാരമാണ്? ഇത് KFC വോളിയം 1 ആർട്ടിക്കിൾ 306 ഇത് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 306. ആർട്ടിക്കിൾ 306. ഒരു സംശയമുണ്ട്, നോക്കട്ടെ ഉത്തരം. General principles and procedures for fixing and enforcing responsibility for loss of government property is as per. 306 303A ആണ്. 303A ആണ് ആർട്ടിക്കിൾ 303A. അടുത്ത ചോദ്യം. The case of defalcation of public money in which government servants are involved and the amount involved in arrest or more, the case should be reported to the local ex branch of vigilance. ഇവിടെ ഞാനത് പറഞ്ഞതാണ്. സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഉൾപ്പെട്ട പൊതുപണം അപഹരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ നഷ്ടപ്പെട്ട തുക എത്രയിൽ കൂടുതലാണെങ്കിലാണ് മറ്റ് വകുപ്പുകൾക്ക് പുറമെ വിജിലൻസ് വിഭാഗത്തിന്റെ ലോക്കൽ ബ്രാഞ്ചിലും റിപ്പോർട്ട് ചെയ്യേണ്ടത്. അത് പഴയ ഇതിലാണ് ഞാൻ അത് പറയുന്നത്. 5000 രൂപയ്ക്ക് മേലെയാണെങ്കിലാണ് അത് ലോക്കൽ വിജിലൻസിന്റെ ലോക്കൽ ബ്രാഞ്ചിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ടത് വീണ്ടും വരും. ആ സമയത്ത് നമുക്ക് അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ക്ലാസ്സും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.